സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, കന്യാസ്ത്രീകളെ, ബഹുമാനപ്പെട്ട കൊടിക്കുന്നിൽ സുരേഷ് MP, മറ്റ് സാമൂഹ്യ സാമുദായിക രാഷ്ട്രീയ പ്രവർത്തകരെ, സഹോദരീ സഹോദരങ്ങളെ, PV ജോർജ് അച്ഛൻ്റെ ശവസംസ്കാരത്തിന് ഞാൻ വന്നു ഈ പള്ളിയിലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ശവസംസ്കാരത്തിന് വന്നു. ഈ പള്ളിയാണേലും കൊള്ളാം, ഏത് പള്ളിയാണേലും കൊള്ളാം. അങ്ങനെയാണ് ആ പള്ളിയുമായിട്ട് ബന്ധമുണ്ടാകുന്നത്. യോഹന്നാൻ കശീശായുമായി ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. രണ്ടുപേരുടെയും ചരിത്രങ്ങൾ മനസ്സിലാക്കാനായിട്ട് അവരുടെ കുടുംബത്തിൽപ്പെട്ട 3 വൈദികർ നമുക്കുണ്ട്. അവർ 3 പേർ ആ സാക്ഷ്യം നൽകുന്നവരാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛന്മാർ വളരെയധികം വിധേയത്തോടുകൂടെയും താല്പര്യത്തോടുകൂടെയും ഇന്ന് സഭയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഈ പിതാക്കന്മാരുടെ ചരിത്രം വായിച്ചപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഒരു കാലഘട്ടത്തിൽ ഈ സഭയ്ക്ക് വലിയ നേതൃത്വം നൽകിയ ആളുകളാണ്. സഭയുടെ ആരാധനാ പാരമ്പര്യത്തിൽ, സാഹിത്യ ശിക്ഷണത്തിൽ, അതുപോലെ എല്ലാ തരത്തിലും സഭയ്ക്ക് നിർണായകമായ ചില സംഭാവനകൾ നൽകിയ ആളുകളാണ്. അവരുടെ ഓർമ്മയാണ് നമ്മളിന്ന് ആചരിക്കുന്നത്. വാങ്ങിപ്പോയ ആളുകളെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമുക്കെപ്പോഴും സഭാ ശുശ്രൂഷകളിൽ അവർ നൽകിയിട്ടുള്ള കാര്യങ്ങൾ പ്രചോദനം നൽകുകയും ധൈര്യം നൽകുകയും അതുപോലെ തന്നെ പ്രത്യാശ നൽകുകയും ചെയ്യുന്നതാണ്. വളരെ വിശ്വസ്തമായി സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച പിതാക്കന്മാർ, അതുപോലെ തന്നെ ഗുരുക്കന്മാരിൽ നിന്ന് ലഭിച്ചതായ ദിവ്യ വെളിച്ചം, കരിമല തിരുമേനിയിൽ നിന്നും ഒക്കെ ലഭിച്ചതായ ആ വെളിച്ചം ലോകത്തിന് പകർന്നു കൊടുക്കാൻ സാധിച്ച 2 പിതാക്കന്മാർ. അതുപോലൊപ്പം തന്നെ ഏറ്റവും ജാഗ്രതയോടുകൂടെ സഭയെ നയിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. ഒരിടത്തും ഒരു കുറവും ഉണ്ടാകാതെ സഭ വളരണമെന്നുള്ളതായ ആഗ്രഹം, അത് സർവാത്മന തങ്ങൾ സ്നേഹിക്കുന്ന ജനങ്ങളോടൊപ്പം നിന്ന് സഭയുടെ കൊമ്പുയർത്തുവാൻ എന്ത് ചെയ്യണമെന്ന് ജാഗ്രതയോടെ ചിന്തിക്കുന്നു. ജാഗ്രതയെന്ന് പറയുമ്പോൾ ഓരോ സമയവും ഓരോ നിമിഷവും ഏത് കാര്യത്തെ ഏൽപ്പിച്ചുവോ ആ ഏൽപ്പിച്ച കാര്യം അതുപടി നിർവഹിക്കുവാൻ സാധിക്കുന്ന ഒരനുഭവം, അതാണ് ജാഗ്രത എന്ന് പറയുന്നത്. ആ ജാഗ്രതയുള്ളവരായിട്ടാണ് പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട യോഹന്നാൻ കശീശായുടെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാകും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് 82 വയസ്സായിരുന്നു അദ്ദേഹം കാലം ചെയ്യുമ്പോഴെങ്കിലും അദ്ദേഹം ലഭിച്ചതായ ആ അവസരങ്ങൾ എപ്പോഴും നല്ല പ്രത്യാശയോടുകൂടെ അവസാനം വരെ ജീവിച്ചു. പരിമല തിരുമേനി അദ്ദേഹത്തെ തെക്കിൻ്റെ പ്രകാശം, വിളക്ക് എന്ന് വിളിച്ചെങ്കിൽ അത്ഭുതകരമായ ഒരു കാര്യം കൂടെ സംഭവിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. പ്രധാനപ്പെട്ട അച്ഛന്മാരെന്നോട് ഓർപ്പിച്ചതാണ്. അദ്ദേഹം മരിക്കുന്നതായ സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലാൻ എല്ലാവരും വന്ന് അദ്ദേഹം ശ്വാസം വലിക്കുന്നതായ സമയത്ത് തലയ്ക്കിൽ വെച്ചിരുന്നതായ വിളക്ക് കെട്ടുപോയി എന്നാണ്. വിളക്ക് കത്തിക്കാൻ ആളുകൾ വീണ്ടും തീപ്പെട്ടി എടുക്കാൻ പോയപ്പോഴത്തേക്ക് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു. ഇതൊക്കെ ഭാഗ്യസ്മരണാർഹരായിരിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന അപൂർവമായിരിക്കുന്ന ദൈവകൃപയുടെ അടയാളമാണ്. അങ്ങനെ ദൈവകൃപയുടെ പരിലാളനത്തിൽ
82 വർഷം ഈ ഇടവകയെ നടത്തുവാനും ഈ ഇടവകയ്ക്ക് പരിമല തിരുമേനി പറഞ്ഞതുപോലെ കിടാവിളക്കായിട്ട് നിൽക്കുവാനും സാധിച്ചു എന്നുള്ളത് അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന നമുക്ക് എപ്പോഴും പ്രചോദനം നൽകേണ്ട. നാമും പ്രവർത്തിക്കുന്ന രംഗങ്ങളിൽ വിശ്വസ്തയോടെ പ്രവർത്തിക്കാനും ജാഗ്രതയോടെ പ്രവർത്തിക്കാനും പ്രകാശം പരത്തുവാനുമുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധരാകുമ്പോഴാണ് അവിടെ അനുസ്മരണ അർത്ഥമാകുന്നത്. അവിടെ അനുസ്മരണ ഒരു വാക്കുകൾ കൊണ്ട് പറഞ്ഞ് അല്ലെങ്കിൽ ഇവിടെ നിർത്തി വാക്കുകൾ ഇത് ഒതുക്കി നിർത്തിയാൽ പോരാ. അവർ നമുക്ക് നല്ല മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ പുലർത്തുവാൻ കഴിയുന്ന സമയത്താണ് അവരുടെ അനുസ്മരണം യാഥാർത്ഥ്യമാകുന്നത്. അതിന് നമുക്ക് ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ അവസരത്തിൽ വരുവാനും ഈ അനുസ്മരണ സമ്മേളനത്തിൽ സംബന്ധിക്കുവാനിടയായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും എല്ലാവരുടെയും അനുവാദത്തോടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.